ഇത് കഴിഞ്ഞ കുറച്ച് ദിവസമായി വി.ഡി. സതീശൻ ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന വിഷയമാണ്. രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമുണ്ട് ഇ.പിക്ക് എന്ന്, അത് ബിസിനസ് ബന്ധമാണ് എന്നും പറയുന്നു. വൈദേകം റിസോർട്ടുമായി കഴിഞ്ഞ ഏപ്രിലിൽ പുറത്തുവന്ന വിവരങ്ങൾ കൂടാതെ എന്ത് പുതിയ തെളിവുകളാണ് പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലുള്ളത്? അത് ഞാൻ പൊട്ടിക്കുമെന്ന് പറയാതെ ആ തെളിവ് പുറത്തുവിടുകയല്ലേ ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്? അല്ല, ഇതിപ്പോൾ പറയാനുള്ള സാഹചര്യം എന്താണെന്ന് അറിയാമല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. ഇ.പി. ജയരാജൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി BJPക്ക് അനുകൂലമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പലർക്കും സംശയം അദ്ദേഹം LDFന്റെ കൺവീനറാണോ അതോ BJPയുടെ മുന്നണിയായ NDAയുടെ കൺവീനറാണോ എന്നുള്ള സംശയം പോലും വന്നു. കാരണം അദ്ദേഹം കാരണം എന്താ BJP മിക്ക മണ്ഡലങ്ങളിലും 2ാം സ്ഥാനം നേടുമെന്നാണ് അദ്ദേഹം ഒരാഴ്ച മുമ്പ് നടത്തിയ പ്രസ്താവന. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു BJPയുടേത് മികച്ച സ്ഥാനാർത്ഥികളാണ്. ഇവിടെ കേരളത്തിൽ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു LDFും UDFും തമ്മിലുള്ള മത്സരമാണ് 20 പാർലമെൻറ്റ് സീറ്റിൽ നടക്കുന്നതെന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. അപ്പം ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, പ്രത്യേകിച്ച് BJPയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി E.P. ജയരാജനെ കൊണ്ട് ആരെങ്കിലും ചെയ്യിക്കുന്നതാണോ എന്നറിയില്ല. അതോ അദ്ദേഹത്തിൻ്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് EDയും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും കയറിയതുകൊണ്ടാണോ എന്നറിയില്ല. അദ്ദേഹത്തിന് ഭയപ്പാടുള്ളത് കൊണ്ടാണോ, അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ അവരുടെ നിയന്ത്രണത്തിലോ അവരുടെ ഉപദേശത്തിലാണോ എന്നറിയില്ല. ഇത് നിരന്തരമായി അദ്ദേഹം BJPക്ക് അനുകൂലമായ പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വന്നുകൊണ്ടിരിക്കുകയാണ്. 10-ാം തീയതിയും 14-ാം തീയതിയും ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനത്തിൽ E.P. ജയരാജനോട് പല കാര്യങ്ങൾ ചോദിച്ചു. അപ്പോഴൊന്നും അദ്ദേഹം മറുപടി പറയുന്നില്ല. പക്ഷേ ഇതിനിടയിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷും കേന്ദ്ര കമ്മിറ്റി അംഗം ശൈലജ ടീച്ചറും പറഞ്ഞു ഇവിടെ മത്സരം നടക്കുന്നത് UDF LDFും തമ്മിലാണെന്ന്. ഒരുപക്ഷെ മുഖ്യമന്ത്രി E.P. ജയരാജനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അദ്ദേഹം കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറഞ്ഞതാവാനുള്ള വഴിയുള്ളൂ. ഇപ്പം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടല്ലാതെ E.P. ജയരാജൻ പ്രത്യേകിച്ച് ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ യാതൊരു വഴിയുമില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിൻ്റെ മുന്നിലുള്ള 1 ലാവലിംഗ് കേസ്, 2 SFIയോടെ അന്വേഷണത്തിൻ്റെ പരിധിയിലുള്ള മാസപ്പടി കേസ്, 3 കരിവന്നൂർ ബാങ്ക് പോലുള്ള കേസ്. ഇങ്ങനെയുള്ള കേസുകളെല്ലാം എപ്പോൾ വേണമെങ്കിലും ഈ കേസിൻ്റെ കുന്തമന മുഖ്യമന്ത്രിയുടെ മുകളിലേക്ക് വരാമെന്നും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗമായ മകളുടെ മുകളിലേക്ക് വരാമെന്നും ബോധ്യമുള്ളത് കൊണ്ട് BJP ഒന്ന് സഹായിക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രസ്താവനകളും കാര്യങ്ങളും. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഈ വൈദേകൻ റിസോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത്. പ്രതിപക്ഷ നേതാവ് ബിസിനസ് ബന്ധമുണ്ട് എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ 2002 ഡിസംബർ മാസം സംസ്ഥാന കമ്മിറ്റി കൂടിയപ്പം ഈ വൈദേകൻ റിസോർട്ട് E.P.യുടേതാണെന്ന് പറഞ്ഞത് UDFിലെ ആരുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരുമല്ല. ഇനി BJPയുടെ ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അവരുടെ പാർട്ടിയുടെ ഉന്നതനായ നേതാവായ P. ജയരാജൻ തന്നെയാണ് ഈ വിഷയം സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ചത്. അപ്പോൾ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞു ഇത് രേഖാമൂലം എഴുതി തന്നാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്നറിഞ്ഞു. അന്ന് ഇത് വിവാദമായിരുന്നു. ഞാനടക്കമുള്ള ആളുകൾ പല ചാനലിലും വന്നിരുന്ന് ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടുള്ളതാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതിനുശേഷമാണ് ഈ വിവാദം വന്നതിന് ശേഷമാണ് ED അവിടെ കയറി, ഇൻകം ടാക്സ് അവിടെ കയറി. അതും നിങ്ങളുടെ ചാനലടക്കമുള്ള ചാനലുകൾ അതെല്ലാം ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നയാൾ, കേന്ദ്രമന്ത്രിയായാൽ, BJPയിൽ വലിയ സ്വാധീനമുള്ളയാൾ, കേരളത്തിൽ ജയിപ്പിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നയാൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള നിരമായ റിട്രീറ്റ്സ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ശൃംഖലയുണ്ട്. ആ ശൃംഖല കൺട്രോൾ ചെയ്യുന്ന ആരാ? ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന കമ്പനിയാണ്. അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ നിയന്ത്രണത്തിലുള്ള കമ്പനിയാണ്. ഇത് ആർക്കും അറിയാൻ മേലാത്തത്. അപ്പം ആ കമ്പനിയാണ് ഈ വൈദേകൻ റിസോർട്ടുമായിട്ട് മുഴുവൻ കച്ചവടം നടന്നതെന്ന് അറിയത്തില്ല. എന്തായാലും എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ടുണ്ട്, ധാരണ വെച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള രേഖകൾ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിലുണ്ട്, യാതൊരു സംശയവുമില്ല. E.P. ജയരാജൻ പറഞ്ഞത് എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല. ഇനി നാളെ അദ്ദേഹം എൻ്റെ ഭാര്യ ഇന്ദിരയുമായി ബന്ധമില്ല എന്ന് പോലും പറയാം. അത്രമാത്രം പച്ചക്കള്ളം പറയുന്ന ആളാണ് E.P. ജയരാജൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 92 ലക്ഷം രൂപയുടെ ഷെയറും മകൻ ജെയ്സന് 10 ലക്ഷം രൂപയുടെ ഷെയറും ഉണ്ടെന്ന് അദ്ദേഹം പിന്നീട് സമ്മതിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ന് തന്നെ അദ്ദേഹം പറയുന്നത് എന്താ? ദല്ലാൽ നന്ദകുമാറുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത്.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.